ഫോട്ടോ കാണിച്ചു കൊടുക്കാമി. ഇതിങ്ങനെ മിഡിയും ടോപ്പൊക്കെ ഇടുമ്പോ ഞങ്ങള് ഈ ആമിക്കുട്ടി അമ്മക്ക് ഇതേപോലത്തെ സമ്മാനങ്ങളൊക്കെ മേടിച്ചു തരണം. നമ്മൾ പോകണ്ടേ? യാമിന്റെ ബേബി തലയാണ്. ഇന്നിപ്പോ ഞങ്ങളൊരു ട്രിപ്പിക്ക് പോവാണ് കേട്ടോ. പോണത് ഞങ്ങൾ കോഴിക്കോട്ടേക്കാണ് കേട്ടോ. എപ്പോഴും റനോട് പറയാറുണ്ട് ഞങ്ങൾ ഒരു ദിവസം വരണ്ട് കോഴിക്കോടേക്ക്, എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോകണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് പോവാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 44 വയസ്സല്ലേക്ക. ഇന്ന് എന്റെ 44ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അത് ബർത്ത്ഡേയുടെ ദിവസം ആക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു. എനിക്ക് പിന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യണം, ഗിഫ്റ്റ് അങ്ങനെയുള്ളതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇപ്രാവശ്യം സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പൊ ഇന്ന് ഞങ്ങള് റെനമോളെയും ഒക്കെ കൂട്ടിയിട്ട് കോഴിക്കോടൊക്കെ കറങ്ങാൻ പോണ ദിവസമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആ വിശേഷങ്ങളൊക്കെ കാണാം. യാമിക്കുട്ടി ഇതാ പമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഫ്രഷ് ആയി വന്നിട്ട് പപ്പ കുളിപ്പിച്ചു തന്ന മാമിക്കുട്ടീനെ. ഇനി അതൊന്നും എടുക്കാൻ നേരല്ല, നമ്മൾ പോവല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ റെനമോൾക്ക് ഡ്രസ്സ് തയ്ക്കണം, ഇന്റെ ഡ്രസ്സ് തയ്യൽ കഴിയുമെന്ന്. ഇന്റെ ഡ്രസ്സ് തന്നെ തയ്യൽ കഴിഞ്ഞില്ല കേട്ടോ. കാരണം എനിക്ക് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല തയ്ക്കാൻ വേണ്ടിയിട്ട്. റെനമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബർത്ത്ഡേ ആണെന്നൊന്നും. ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ പോവണം കറങ്ങാൻ പോകണം എന്നൊക്കെയാണ്. ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടി വരും, എന്ത് ഗിഫ്റ്റാ മേടിക്കുക, അങ്ങനെയുള്ള ആശങ്കയും ഒക്കെ കൂടെ വരൂലേ. നമ്മൾ കാരണം ഒരാൾക്ക് അങ്ങനെ ഒരു ആശങ്ക ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി ഓള് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഓൾക്ക് അറിയോ. ഇനി ഒരുങ്ങിയിട്ട് കാണാം. ഞാനിതാ ഈ ഒരു സിമ്പിൾ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളൊക്കെ പറയുമായിരിക്കും ഈ 44ാമത്തെ വയസ്സിൽ എന്ത് ഡ്രസ്സായി ഇട്ടിക്കണെന്ന് ചോദിക്കുമായിരിക്കും. എനിക്കറിയില്ല. എന്തായാലും ഇട്ടിട്ട് കാണാം കേട്ടോ. യാമി വാ. ഇതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ. ഞാൻ പറഞ്ഞു 44ാം വയസ്സിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കരുത് കേട്ടോ. സാധാരണ നമ്മൾ ഇടുന്ന പോലത്തെ ഡ്രസ്സ് തന്നെ, പക്ഷെ പേര് മാറ്റണ്ടെന്ന് മാത്രം. തടിച്ചിട്ട് ഇങ്ങനെ മിഡിയും ടോപ്പൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ ആ ഒരു ലുക്കിന് പാൽക്കാരി പൊന്നു എന്നാട്ടോ പറയാ. പ്ലീസോ അമ്മിക്കുട്ടിക്ക് പോവാനായിട്ട് തിരക്കായിട്ടോ. കാക്ക് പിന്നെ എന്ത് ഡ്രസ്സ് നമ്മൾ ആ ഡ്രസ്സ് ഇടണ്ട ഈ ഡ്രസ്സ് ഉണ്ട് അങ്ങനൊന്നുമില്ല. പക്ഷെ കാക്ക് ഭയങ്കര ലൂസുള്ള ഒരു ഡ്രസ്സും ഇഷ്ടമല്ല, ഒക്കെ ടൈറ്റ് ആവണം, അത്രേ ഉള്ളൂ. കോഴിക്കോട് ഞങ്ങൾ ഹൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ പോവും, ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. നാളെ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങണം ഇൻഷാ അല്ലാ. ഇക്ക ആദ്യമേ പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്രാവശ്യം സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഇല്ല, അത് പ്രതീക്ഷിച്ച് നിൽക്കരുത് കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ ഇരിക്കട്ടെ, അമ്മ ഗേറ്റ് അടച്ചിട്ട് വരാം കേട്ടോ. കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് ഈ ഒരു ഊടുവഴിയിലാണ് ബാബി താമസിക്കുന്നത്. ഇവിടെ എവിടെയാണ് ഞാൻ എന്നോട് ബർത്ത്ഡേ താങ്ക് യു. അത് ശരി ബാഗൊക്കെ ഞാനിത് എൻ്റെ തന്നെ സാധനമാണ് ചേച്ചി. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നല്ല രസമുണ്ട്. പോലെ തന്നെ ഉണ്ട്. അതെ മാഷാ അല്ലാ. ഇതെന്താ ചെറിയ പരിപാടി എനിക്ക് ഗിഫ്റ്റ് ഒന്നും വലിയ ഇഷ്ടമല്ല, ഈ കേക്ക് കട്ട് ചെയ്യൽ എനിക്കതൊന്നും വലിയൊരു ഇഷ്ടമല്ല എന്നൊക്കെ. ഓക്കെ, നമുക്ക് അവിടെ പോയി കേക്കൊക്കെ മുറിക്കാം. മോളൊക്കെ കൂട്ടി പോവാണ്. വീട്ടിൽ നിന്ന് ലഞ്ച് എടുത്തിട്ടോ വന്നിട്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഹോട്ടലിൽ തപ്പലും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ നാളെ മുതൽ പുറത്തുനിന്ന് തന്നെ അല്ലേ ഫുഡ്. അപ്പൊ ഹോമിലി ആക്കാന്ന് വെച്ചിട്ട് ലേറൻ മോളെ ഇതെന്താ മമ്മക്ക് വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഈ ഗിഫ്റ്റ് ആണ് തോന്നുന്നു. ഓൾക്ക് കേക്ക് ഉണ്ട്, വേറെ കുഞ്ഞു കേക്ക് ഉണ്ട്, കുഞ്ഞു കേക്കൊക്കെ ഉണ്ട്. ഇത്ര റന എടുത്തൊടുത്ത പാന്റാണ് കേട്ടത്, പാന്റും ഷൂ. അത് ജിനോസറ അല്ല ഓൾക്ക് വാരി കൊടുത്തു ഞാൻ. ഞങ്ങൾ ഏതായാലും വഴി തെറ്റി വരുന്ന സമയത്ത് ഓൾക്ക് അപ്പൊ ഇങ്ങനെ വാരി കൊടുത്തു. പോയിരുന്നു ഓഫീസിൽ പോയിരുന്നു. ശരിക്കും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് റെനമോളെ കൂട്ടി പോവാട്ടോ. റെനമോൾ ഇനി നാളെ ഞങ്ങളെ കോഴിക്കോടൊക്കെ കാണിക്കൂലേ? കാണിക്കൂലേ? ഒരു പറയാ ഇങ്ങോട്ടേക്ക് പോവാ എപ്പോഴും പറയട്ടോ. ഒപ്പരം കൂടാം ഒക്കെ പറയും. ഇന്ന് ഞങ്ങൾ എന്തായാലും ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നാളെ ഇവിടെ ഒക്കെ കറങ്ങണം വെച്ചിരിക്കും.
നമ്മൾ സെയിം ആയല്ലോ. തെറ്റിപ്പോയ റോഡൊക്കെ ഇവിടെ നിന്നിട്ട് ആ റോഡൊക്കെ പഠിച്ചോളി എങ്ങോട്ടൊക്കെയാണ്. നല്ല ഹൈറ്റിലാണല്ലേ. അടിപൊളിയാ. ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഞാൻ ഏതാ ഹോട്ടലിൽ ഒന്നും അല്ല, പിന്നെ വരാൻ നേരത്തെ പേരൊക്കെ അറിയാം ഡിമോറോ ആണെന്നുള്ളത്. അല്ലാതെ ഞാൻ നോക്കില്ല, ഇക്ക സെലക്ട് ചെയ്ത ഹോട്ടല്. ഫുഡ് ഓർഡർ ചെയ്യാമേ, ടീ വരുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ. കേക്ക് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടോ? കേക്ക് വെക്കാനല്ലേ? കേക്ക് വെക്കാം. കേക്കൊക്കെ മുറിക്കാൻ ഒരു കളർഫുൾ ഡ്രസ്സ് വേണമായിരുന്നു തോന്നുന്നു. ഈ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ എന്തോ പോലെ തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കട്ടെ. അപ്പൊ ആ ഒരു കണ്ണുമഞ്ഞളിപ്പിലൊന്ന് നോക്കിയതാ. ക്യൂട്ട് ബേക്ക്. അമ്മക്കുട്ടിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അസൂയ. ഭാഗ്യൊന്നും കൊടുക്കല്ലേ, സമ്മാനം കൊടുക്കല്ലേ. നല്ല ക്യൂട്ട് ബേക്ക്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് എന്റെ മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് മുറിക്കാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അതിനോടാ പറയുന്നത് ബൊഫേ ഒക്കെ മുതലാക്കേണ്ടിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നമില്ല. അതെ, ചെറുതായിട്ടൊരു ക്ലിപ്പിട്ട പ്രശ്നമുള്ളൂ. ഇവിടെ പല്ലെടുത്തിക്കാണ്. ഇവിടെ ക്ലിപ്പ് എടുത്തിട്ടേ പല്ലെടുത്തിട്ട് 4 സൈഡ് ഞാനപ്പൊ ഈ ഒരു ഡ്രസ്സ് ഇട്ടോ. അപ്പൊ ആ ഡ്രസ്സ് ഇട്ടിട്ട് എന്തോ പോലെ തോന്നി. അതൊരു പഴയതുപോലെ തോന്നി. അങ്ങനെ നിങ്ങളോട് ഒറ്റയ്ക്ക് സഹിക്കുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് ഒറ്റയ്ക്ക് സഹിക്കാനാണ് പ്ലാൻ. അപ്പൊ പിന്നെ ഞാനാണെങ്കിലും പ്ലാൻ ചെയ്ത് തന്നിട്ട് കഴിച്ചു. നമുക്ക് തന്ന സർപ്രൈസിന് തിരിച്ചൊരു സർപ്രൈസ് ഫുള്ള് ഫാമിലി സെറ്റാക്കാൻ പറ്റില്ല. തൽക്കാലം കിട്ടിയ സെറ്റാക്കി എല്ലാരും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ യാമിക്കാണെങ്കിൽ വലിയ സർപ്രൈസ് കുട്ടികളെ കാണുമ്പോ ഞങ്ങളൊരു അരമുക്ക മണിക്കൂറായിട്ട് അപ്പുറത്ത് വെയിറ്റ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കലേ കുറെ നേരം ഞാനിങ്ങനെ പിടിച്ചു നിർത്തിക്കാണ്. സർപ്രൈസ് ആയിരുന്നു. ടൂർക്ക് പോന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ വലിയ പിടിച്ചായിരുന്നല്ലോ. ആരോടല്ല, വീഡിയോയിൽ കണ്ടാ മതി വിചാരിച്ചു. വാട്സപ്പിലൊന്നും അയക്കണ്ട വിചാരിച്ചത്. ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ അറിയാൻ പാടുള്ളൂ. കേക്ക് വാങ്ങിണ്ടായിരുന്നോ? സംഗതി ഞാൻ പക്ഷെ അപ്പൊ റെന്നോട് ഞാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ എന്റെ തരുമ്പോ മരുമോൾക്കാൾ അത് മേടിച്ചാൽ കൂടെ വന്നതെന്താ സാധനങ്ങളൊക്കെ സെറ്റ്. നമ്മളെ ദിവസമല്ല, അമ്മച്ചിന്റെ ദിവസം. മാപ്പാന്റെ കൂടെ പെട്ടും വരുന്നുണ്ട്. കേക്ക് മുറിക്കുന്ന ഇഷ്ടത്തിലുള്ളൊക്കെ മുറിപ്പിക്കേ. അത് അമ്മാവിന്റെ കൈ പിടിച്ച് മുറിച്ചോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സുലു ആണ് എന്റെ ബർത്ത്ഡേ കാണാൻ പാടുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പൊ കേക്ക് തീർക്കൽ പരിപാടി ആട്ടെ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. സ്വിമ്മിംഗ് പൂളിൽ പോവാ. റെനക്ക് വെള്ളം പേടിയാണ് അല്ലേ?
ഒക്കെ പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തിടുന്നാ പറഞ്ഞിരിക്കുന്നത്. നെബിലൊട്ടി പണക്കാരെ മാക്സി. ഞാൻ പറയാം, ഞാൻ എന്ത് റിസോർട്ടാണ് എന്തായാലും ഈ നാടൻ പെണ്ണും നാടൻ മാക്സി. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി വന്ന് ഇതാ കോഴിക്കോടങ്ങാടിയാണ് കേട്ടോ കാണുന്നത്. ലൈറ്റൊക്കെ കത്തിച്ച് ഹൈലൈറ്റ് മാളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇന്നിപ്പോ എന്തൊക്കെയോ നടന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് വരണം, റെനമോളെ കൊണ്ട് ഇവിടെ ഒക്കെ കറങ്ങണം, റെനമോളെ വിളിച്ച് ഇങ്ങനെ ഇവിടെ താമസിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നുള്ളൂ. റെനമോളെ ഇതാ ക്യൂട്ട് ഗിഫ്റ്റ്, നല്ല രസമുണ്ട്. ഓള് ലുലുവിന്റെ അപ്പം അങ്ങനെ അങ്ങനെ ബേഗും കേക്കും. അപ്പൊ നോക്കുമ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു. ഒരു സർപ്രൈസിന്റെ ഒരു ആകെ പുകയായിരുന്നു. അപ്പൊ ഞാനൊക്കെ ഓലൊക്കെ കണ്ടപ്പോ ഉമ്മാനും അപ്പാനൊക്കെ കണ്ടപ്പോ ആകെ എന്തോ ആയിപ്പോയിട്ട്. ഞാൻ പിന്നെ ഇപ്പോഴും ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, സർപ്രൈസ് ആയി എങ്ങനെയൊക്കാരില്ലേ. ജാമിക്കുട്ടിയൊക്കെ അപ്പുറത്തെ റൂമിൽ പോയി. റെൻമോളെ പോവല്ലേ, നല്ല രസമുണ്ട് എനിക്ക് മിഡിയും ടോപ്പ് ഇട്ടിട്ട്. ഇതൊക്കെ ഓല റൂം, ഇവിടെ തന്നെ നമ്മളെ റൂമല്ലേ. നോന്ന് ഓള ആ റൂമിലേക്ക. കേക്ക് ഉണ്ട് അവിടെ കേട്ടോ. കേക്ക് എപ്പഴാ നമ്മള് കഴിക്കുന്നടി? ഇറങ്ങാൻ പോവാണേ യാമി. യാമി ഉറങ്ങാ. റെനമോളൊക്കെ കുളിച്ച് സുന്ദരിയായി നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇവിടെയും ഇക്കാക്കത് അവിടെ എക്സ്ട്രാ പെട്ടൊക്കെ. ആ യാമിന്റെ ബേബി തലയാണ്. കോഴിക്കോടൊക്കെ ഉറങ്ങിയോ? രാവിലെ കോഴിക്കോട് ഉണർന്നിട്ട് കാണാം. ഒമ്പതായിരുന്നു ഓടിക്കോ. എല്ലാരും അപ്പൊ കോംപ്ലിമെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബൊഫേക്ക് ഓടുകയാണ് കേട്ടോ. റെനമോളൊക്കെ ബ്യൂട്ടീഷ്യന്റെ പോലെ ഓടാന്. എല്ലാരും ഓടിയാലും ഓടാൻ പറ്റും. വന്ന് എനിക്ക് പോവ എങ്ങനെ ഉണ്ടെന്നാവോ. കഞ്ഞി മുളകും ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണാനാണ്. ആരും വരുന്നില്ല എന്ന് മാത്രം. ആകെ 2 തരി പുട്ട കയറിയിരിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്ന് എല്ലാവരും അതൊക്കെ ഒന്ന് കസർത്ത് ചെയ്ത് കളയാൻ ജിമ്മിക്ക് വന്ന് കയറിട്ടോ. മാമിക്കുട്ടി അസൂട്ടനാണ് ഉമ്മച്ചിന്റെ ട്രെയിനർ. മാമിക്കുട്ടി ഇവിടുന്ന് ചെക്കൗട്ടായി പോകണം കേട്ടോ. ഞങ്ങളൊരു 1 മണിക്കൂർ നേരം ഇവിടെ ഇങ്ങനെ മുൻപിൻ പറഞ്ഞു കിടക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നമുക്ക് കടാപ്പുറത്തൊക്കെ ഉണ്ടാകും. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഇനി ബീച്ചിൽ പോയിട്ട് ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പട്ടാമ്പിയിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിട്ട് അന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി ബീച്ചിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് റീൽസൊക്കെ എടുക്കണം. പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ബർത്ത്ഡേ മരുമോളോടൊപ്പം ആഘോഷിക്കുക എന്നും പറഞ്ഞ് ജസ്റ്റ് കോഴിക്കോടൊക്കെ ഒന്ന് വരണം പോകണം അങ്ങനെ വിചാരിച്ചുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാതെ റെനമോളെ ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയി മാറി. ഇപ്പൊ ഇന്നലെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, നമ്മൾ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾക്കല്ല പ്രത്യേകം നമ്മളെ ഉമ്മാര് പ്രസവിച്ച ദിവസമാണ്, ഇമ്മച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇമ്മച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇമ്മച്ചി ഉണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഈ ആമിക്കുട്ടി അമ്മക്ക് ഇതേപോലത്തെ സമ്മാനങ്ങളൊക്കെ മേടിച്ചു തരണം ബാബിയുടെ പോലെ കേട്ടോ. അമ്മച്ചീനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇഷ്ടമില്ലേന്നും. എല്ലാവർക്കും അവനന്റെ ഉമ്മാരെ ഇഷ്ടമായിരിക്കും, അതുപോലെ അമ്മമാർക്കും അതെ, എന്നും ഇഷ്ടക്കാര്. പക്ഷെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടിയാകുമ്പോഴും അമ്മച്ചിക്ക് 5 കുട്ടികളുണ്ട് കേട്ടോ. 3 ആള് ചെറുതായിട്ടും എന്റെ മുകളിൽ ഒരാളായിട്ടും 5 ആളും ഉള്ളപ്പോഴും രാത്രി ഉറങ്ങണമെങ്കിൽ ഇമ്മച്ചി വേണമായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ പിന്നാലെ തലയാണും പിടിച്ച് അങ്ങനെ നടന്ന് ഇമ്മച്ചിയുടെ എല്ലാതും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഉറങ്ങുക. ഓർമ്മ വെച്ച നാൾ മുതലും ഇന്ന് വരെയും ഉമ്മച്ചി എന്നെ കൊണ്ട്
ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇമ്മച്ചിനെ വിഷമിപ്പിക്കേണ്ടിയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടിയും ഒരാവശ്യം വന്നിട്ടില്ല. ഇമ്മച്ചിന്റെ ഒരു പ്രാർത്ഥന ഇതൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ബി കൂപ്പയിലുള്ളവരൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങളും പോവാണ്. ബി കൂപ്പയിലുള്ളവരൊക്കെ ട്രെയിനിൽ അങ്ങനെയല്ലേ പറയാ. ബീച്ചിൽ പോയില്ലേ? നേരം വൈകിയോ പറയും പോലെ? ആ പാപ്പക്ക് രാത്രി പോകുമ്പച്ചി ഇതാ ചുരിദാറൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറുപ്പായി എടുക്കാനും പറ്റില്ല. അത് പെട്ടെന്ന് മാറ്റി ചെയ്യുമ്പോ നല്ലൊരു സുഖമായി സൗകര്യമായി. പിന്നെ അബായ പോളിസ്റ്ററായ അങ്ങനെ പറ്റൂലത്. ബാക്ക്ഗ്രൗണ്ടിലൂടെ റനമോളും നബിലോട്ടി നല്ല റീൽസ് എടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് പിരിയാൻ പോവാണ് കേട്ടോ. അല്ല ചിലപ്പോ ഞങ്ങള് ബീച്ചില് കാണും, അല്ലെങ്കിൽ ഞങ്ങള് കാരണം ഇനി നേരം വൈകാനായി നമ്മള് അങ്ങോട്ട് പിരിയും, അല്ലെങ്കിൽ ഞങ്ങള് ബീച്ചിൽ കൂടും. എന്തായാലും റെനമോളെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടി പോവും. ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ട്. കൊണ്ടേക്കോളെ എന്താ കാട്ടുക. പണ്ട് നമ്മള് രണ്ടാളും ഷെഫ് മോനും പോയിന്ന പോലെ ഇപ്പൊ ഷെഫ് മോനും ഇല്ല, യാമിക്കുട്ടി ഇല്ല, ബൂപ്പുക്കുട്ടനും ഇല്ല, ആരും ഇല്ല. ഇപ്പൊ റനമോളും ഞങ്ങൾ ഒറ്റക്ക് ഇല്ലേ. ബീച്ചെത്തിയില്ല. പിന്നെ കൊണ്ടേക്കാൻ പോവാണല്ലോ. എന്തോ ഒരു ഇടങ്ങേറ്. എന്താ വെച്ചാൽ എനിക്കെന്താ തോന്നുന്നറിയാം, എന്തോളെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് ആക്കി പോണ പോലത്തെ ഒരു ഇടങ്ങേറ്.